ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള മുട്ടക്കറി നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ? ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുട്ടക്കറീൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അവസാനം വരെ ഒന്ന് കണ്ടു നോക്കണേ. കടായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 സവാള നീളത്തിൽ അരിഞ്ഞത് കുറച്ച് എണ്ണയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് വഴന്ന് വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അതാ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുട്ടക്കറിക്ക് അധികം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ സ്മെല്ല് അത്രയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോട്ടെ. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 പിടി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിതാ കുറച്ച് മസാല കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് കുരുമുളകും ഫെനൽ സീഡും പിന്നെ കുമിൻ സീഡും പിന്നെ ഒരു പട്ടൻ്റെ കഷ്ണമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ സവാളയൊക്കെ വഴറ്റിയതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഒന്ന് റോ സ്മെല്ലൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും മസാലയും കൂടി ചേർത്തിട്ട് അരച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ ഒന്ന് പച്ച സ്മെല്ലൊന്ന് പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറ് കൂടി കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. മുട്ട കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആയ കാരണം അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 കപ്പിൽ കൂടുതലൊന്നും വെള്ളം ചേർക്കരുത് കേട്ടോ. ഇതാ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ ഇതാ മുട്ടക്കറിയുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് അല്പം കസൂരി മേത്തി ഇതുപോലെ ഒന്ന് പൊടിച്ച ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കസൂരി മേത്തി ചേർക്കുമ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന അതേ മുട്ടക്കറിയുടെ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. ഇനി നമ്മൾ മുട്ട ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. പുഴുങ്ങിയ ശേഷം ഞാൻ അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വേണമെങ്കിൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല. മുട്ട ചേർത്ത് കൊടുത്ത ശേഷം 1 മിനിറ്റ് കൂടെ നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് മുട്ടയുടെ ടേസ്റ്റൊക്കെ ഈ ഗ്രേവിയിലേക്ക് ഇറങ്ങി വരിക. അടച്ച് വെച്ച ശേഷം നമുക്ക് 1 മിനിറ്റ് ഒന്ന് ഇത് തിളയ്ക്കട്ടെ. ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചാൽ മതി. അങ്ങനെ ഇതാ നമ്മളുടെ ഹോട്ടൽ സ്റ്റൈലായിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഇവിടെ ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം.